സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്രത്തിലെ കെട്ടിട നിർമ്മാണം വിവാദത്തിലേക്ക്. ദേവസ്വം ബോർഡ് ഓഫീസ് നിർമ്മാണം അംഗീകരിക്കില്ലെന്ന് ക്ഷേത്ര സേവാ സമിതി. പനത്തടി CHCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ ധർണാ സമരം നടത്തി. പശുക്കൾ റെയിൽവേ കൃഷിന് നൽകിയത് രോഗങ്ങളില്ലാത്ത ജീവിതം. 86ലും പശു വളർത്തലിൽ സജീവമായി കോവലിലെ റെയിൽവേ കൃഷ്ണൻ. മാക്കരംകോട്ടെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയിൽ ക്ഷേത്രപ്പറമ്പിൽ വിളഞ്ഞത് 100 മേനി. KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി നയിക്കുന്ന സംസ്ഥാന ജാഥ 6-ന് തുടങ്ങും. സംഘാടക സമിതി രൂപീകരണം നടന്നു. കുണിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കമ്പ്യൂട്ടർ കൈമാറി. ഫ്രണ്ട്സ് ക്ലബ് പ്രവർത്തകരുടെ മാതൃക. കല്യാൺ റോഡ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ക്ഷേത്രപ്പറമ്പിലെ കെട്ടിട നിർമ്മാണത്തിനെതിരെ ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്ര സേവാ സമിതി. ദേവസ്വം ബോർഡ് ഓഫീസ് കെട്ടിടമൊരുക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിന്റെ സ്ഥലം മലബാർ ദേവസ്വം ബോർഡിന്റെ കാസർഗോഡ് ഡിവിഷൻ ഓഫീസ് നിർമ്മാണത്തിനായി നൽകാനുള്ള തീരുമാനമാണ് വിവാദമായത്. ട്രസ്റ്റി ബോർഡ് എടുത്ത തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി മാരിയമ്മ ക്ഷേത്ര സേവാ സമിതി ഭാരവാഹികൾ രംഗത്തു വന്നു. ക്ഷേത്ര വടക്കുഭാഗത്തുള്ള തകർന്നു വീഴാറായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുനർനിർമ്മാണം നടത്താമെന്നിരിക്കെ ഭക്തജനങ്ങൾക്ക് ഉപകരിക്കേണ്ട സ്ഥലം ഏറ്റെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിലേക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നിർമ്മാണ പദ്ധതി. എന്നാൽ ക്ഷേത്രത്തിലേക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ തുറന്ന ജാഗയിൽ നിലവിൽ പഴയതായിട്ട് ജീർണിച്ച കെട്ടിടം സുമാർ ഒരു 1.5 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് അവിടെ ഉണ്ട്. അത് ക്ഷേത്രത്തേക്ക് കണ്ടെത്തിയിട്ട് അവിടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കെട്ടിട നിർമ്മാണം ചെയ്തിട്ട് അവർക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികളായ C ഗണേഷ്, HN രാജേഷ്, HR ഗണേഷ് പ്രസാദ്, HP പ്രശാന്ത്, J പൂർണിമ, N അശോക് കുമാർ, H കേശവ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചുള്ളിക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി CHC താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരം നടന്നു. മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള 11 യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും ധർണാ സമരത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതകൾ ഏറ്റെടുത്തുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേവലം വ്യാപാര മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ഈ നാടിന്റെ മുഴുവൻ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു അവകാശ സമര പോരാട്ടവുമായി ഇറങ്ങിയിരിക്കുക. മേഖലാ പ്രസിഡന്റ് KJ സജി അധ്യക്ഷത വഹിച്ചു. ചുള്ളിക്കര വികസന സമിതി പ്രസിഡന്റ് M കുഞ്ഞമ്പു നായർ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ബോർഡ് മെമ്പർ K കൃഷ്ണൻ, മാലക്കല്ല് വികസന സമിതി അംഗം ജോസ് മാവേലി, ജോസഫ് കനകമൊട്ട, C കുഞ്ഞിക്കണ്ണൻ, PA ജോസഫ്, PP ലൂക്കോസ്, സണ്ണി ജോസഫ്, MB മൊയ്തു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും മേഖലാ ട്രഷറർ R സൂര്യനാരായണ ഭട്ട് നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. വിലക്കയറ്റം തടയുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, വനിതാ സംവരണ ബിൽ പാസാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ധർണ ഉദ്ഘാടനം ചെയ്തു. LA രാജമ്മാൾ അധ്യക്ഷത വഹിച്ചു. KP ശാന്തകുമാരി, KCS നായർ, P കുഞ്ഞമ്പു നായർ, V കൃഷ്ണൻ, PC പ്രസന്ന, D രാമകൃഷ്ണ ഭട്ട്, സരസ്വതി അമ്മ, ഷെരീഫ തുടങ്ങിയവർ സംസാരിച്ചു. വിത്തും കാലാവസ്ഥയും ചതിച്ചില്ല. മാക്കരംകോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ പൊൻകതിർ വിളയിച്ച് മാതൃസമിതിയിലെ വീട്ടമ്മമാർ. ആത്മവിശ്വാസവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വിജയം കൈപ്പിടിയിലൊതുക്കാം എന്ന് തെളിയിക്കുകയാണ് പുല്ലൂർ പെരിയയിലെ മാക്കരംകോട്ടെ വീട്ടമ്മമാർ.
മാക്കരങ്കോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീശാസ്ത്ര മാതൃസമിതിയിലെ 6 പേരടങ്ങുന്ന സംഘത്തിന്റെ അധ്വാനത്തിൽ പൊൻകതിർ വിളഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്തെ വയലുകൾ. മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ രമാ രാമകൃഷ്ണൻ, നാരായണി, പ്രേമ, യശോദ സുധാകരൻ, നിർമ്മല കണ്ണൻ, ആശാ പ്രഭാകരൻ എന്നിവരടങ്ങിയ 6 അംഗ സംഘമാണ് നെൽകൃഷിക്ക് നേതൃത്വമേകിയത്. ഇവരിൽ നാരായണിക്ക് മാത്രമാണ് നെൽകൃഷി ചെയ്ത് മുൻപരിചയമുണ്ടായിരുന്നത്. നാരായണിയോടൊപ്പം ഒത്തുചേർന്ന് ക്ഷേത്ര പരിസരത്തെ 3 ഏക്കർ വയലിൽ ഇവർ നെൽകൃഷി ഇറക്കി. ആതിരയാണ് വിതച്ചത്. പിന്തുണയുമായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും എത്തിയിരുന്നു. കാറ്റും മഴയും തുടർച്ചയായി എത്തിയിട്ടും ക്ഷേത്രപ്പറമ്പിലെ നെൽകൃഷി വീട്ടമ്മമാരെ ചതിച്ചില്ല. മികച്ച വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇവർ. വിശ്രമവേളകളെ പ്രയോജനപ്പെടുത്തിയാൽ കൃഷി നഷ്ടമാവില്ലെന്ന് മാതൃസമിതി അംഗം രമാ രാമകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 2013-14 വരുന്ന വർഷം ഞങ്ങൾ ഇതിൽ ആതിര വിത്തിട്ട് കൃഷി ചെയ്തപ്പം അത്ഭുതകരമായിട്ട് ഭയങ്കര നല്ലൊരു വിളവുണ്ടായി. അത് ഈ കൃഷി ചെയ്യാത്തവർക്ക് കിട്ടിയൊരു ഭയങ്കര സന്തോഷം. അതിന് കൃഷി ഭവൻ അവരും നല്ലൊരു പ്രോത്സാഹനമൊക്കെ പറയുകയും ചെയ്തപ്പം ആ ആവേശത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഈ വർഷം അതേപോലെ ചെയ്തു. ഇപ്രാവശ്യം മോശമില്ലാത്ത നല്ല വിളവാണ് കിട്ടുന്നത്. അമ്പല കമ്മിറ്റിയിലും നാട്ടുകാരും ഇവിടെ വരുന്ന അമ്പലമായതുകൊണ്ട് ദർശനത്തിന് വരുന്ന ആൾക്കാരെല്ലാം വളരെ നല്ലൊരു പ്രോത്സാഹനമാണ് പറയുക. നല്ല ഭംഗിയുണ്ട് കാണാനൊന്നുമില്ലല്ലേ, അത് ഞങ്ങൾക്കൊരു ആവേശം ആയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിനോട് ഞങ്ങൾക്ക് ഇനി പറയാനില്ലെന്ന് പറഞ്ഞാൽ കൃഷി അറിയാത്ത ഞങ്ങൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്ത് നല്ലൊരു വിളവ് ഉണ്ടായതുകൊണ്ട് ഇതുപോലെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ വലിയ മെനക്കെടൊന്നും ഇല്ല സത്യത്തിൽ. പിന്നെ കൃഷി നഷ്ടവുമല്ല. അപ്പോൾ ആൾക്കാർ അങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലമെല്ലാം ഇനിയും കൃഷി ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം കൂടി ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുണ്ട്. കൊയ്ത്തു കഴിഞ്ഞാലുടൻ വിളവ് മാക്കരങ്കോട്ട് ശാസ്താവിന് സമർപ്പിച്ച് ബാക്കിയുള്ളവ വീതിച്ചെടുക്കാനാണ് ഇവരുടെ തീരുമാനം. സിറ്റി വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് പ്രവർത്തനം കൂടുതൽ സൗകര്യപ്രദവും വേഗത്തിലും ചെയ്തു തീർക്കാൻ ഉതകുന്ന നിലയിൽ ക്രമീകരിച്ചുകൊണ്ടാണ് താഴത്തെ നിലയിലേക്ക് മാറ്റി സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുൻ ജനപ്രതിനിധികൾക്കുള്ള ID കാർഡ് വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി നിർവഹിച്ചു. M ഗോപാലൻ, U തമ്പാൻ നായർ, KK ശ്രീജ, U ഉണ്ണികൃഷ്ണൻ നായർ, സോമി മാത്യു, T കൃഷ്ണൻ മൊയാലം, ഭരതൻ പൊർക്കളം, ഫാറൂഖ് TP എന്നിവർ സംസാരിച്ചു. ബാനം കൃഷ്ണൻ സ്വാഗതവും കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുളസീധരൻ അണിഞ്ഞ നന്ദിയും പറഞ്ഞു. വാർദ്ധക്യത്തെ തോൽപ്പിച്ച് പശുക്കളെ സ്നേഹിച്ച നാട്ടുകാരുടെ റെയിൽവേ കൃഷ്ണൻ. രോഗങ്ങൾ മുട്ടുമടക്കി കൃഷ്ണന്റെ ജീവിതത്തിന് മുന്നിൽ. വാർദ്ധക്യവും രോഗങ്ങളും തോറ്റുമടങ്ങും കാഞ്ഞങ്ങാട് കോവിലെ റെയിൽവേ കൃഷ്ണന് മുന്നിൽ. അരനൂറ്റാണ്ടേറെ കാലമായി പശു വളർത്തലിലേർപ്പെട്ട കൃഷ്ണന് 86-ാം വയസ്സിലും അവയെ വിട്ടൊരു ജീവിതമില്ല. റെയിൽവേയിൽ ഗ്യാൻമാനായി ജോലി നോക്കിയിരുന്ന കൃഷ്ണന് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയാൽ നാട്ടുകാർ നൽകിയ വിളിപ്പേരാണ് റെയിൽവേ കൃഷ്ണൻ. വാർദ്ധക്യത്തിന്റെ അവശതകൾ റെയിൽവേ കൃഷ്ണന് മുന്നിൽ മുട്ടുമടക്കും. വർഷങ്ങളായി വളർത്തുന്ന പശുക്കളെ സ്വന്തം മക്കളെ പോലെയാണ് കൃഷ്ണൻ പരിപാലിക്കുന്നത്. വൃത്തിയോടെ പരിചരിക്കുന്ന തൊഴുത്തിൽ 4 പശുക്കളും 2 കിടാവുകളുമുണ്ട്. ഇവയിൽ 3 പശുക്കൾക്ക് കറവയുണ്ട്. വെളുപ്പിന് 4:30 എഴുന്നേറ്റ് പശുക്കളെ പരിചരിച്ച് കറന്നെടുക്കുന്ന പാൽ കോട്ടച്ചേരി കുന്നുമല്ലെ സൊസൈറ്റിയിലെത്തിക്കുന്നതും ഈ കാരണവർ തന്നെയാണ്. പശുക്കളുടെ പരിചരണവും കാർഷിക ജീവിതവും കൃഷ്ണന് നൽകിയത് നല്ല മികച്ച ജീവിതമാണ്. ജീവിതശൈലീ രോഗങ്ങളൊന്നും കൃഷ്ണനെ തേടിയെത്തിയില്ല. പശു വളർത്തലിൽ സഹായമേകാൻ മകന്റെ ഭാര്യ അനിതയും എത്താറുണ്ട്. കാലം മാറുമ്പോഴും തന്റെ ശീലങ്ങളെ മാറ്റാതെ മുന്നേറുകയാണ് കോവിൽ പ്രദേശവാസികളുടെ റെയിൽവേ കൃഷ്ണൻ. ക്യാമറമാൻ ജയരാജനോടൊപ്പം സിറ്റി ന്യൂസിന് വേണ്ടി അനിൽ പുളിക്കാൽ. നീര ഉൽപാദനത്തിൽ കർഷകരെ പങ്കാളിയാക്കാൻ കാസർഗോഡ് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തനങ്ങൾ തുടങ്ങി. ബാക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ കർഷകരുടെ യോഗം നടന്നു. നീര ഉൽപാദനത്തിനായി ജില്ലയിലെ കർഷകരെ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ബേബി MP പദ്ധതി വിശദീകരിച്ചു. മൈക്കിൾ തെങ്ങുംപറമ്പിൽ, ഷാജി വെള്ളംകുന്നേൽ, ഹരിപ്രസാദ്, സണ്ണി മുത്തോലി തുടങ്ങിയവർ സംസാരിച്ചു. മംഗൾയാൻ ദൗത്യത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് വിദ്യാലയങ്ങൾ. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഘോഷയാത്ര നടത്തി. മംഗൾയാൻ ദൗത്യം വിജയിച്ചതിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിൽ വിവിധ പരിപാടികൾ നടന്നു. പ്രത്യേക അസംബ്ലിയും ഘോഷയാത്രകൾ നടന്നു. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്തു. നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നാം ഇപ്പോൾ നേടിയിട്ടുള്ളത്.
ഈ നേട്ടം നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക നേട്ടം കൂടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് മറ്റ് ലോക രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യയ്ക്കും അതുപോലെ തന്നെ ബഹിരാകാശ രംഗത്തേക്ക് കൃത്രിമോപകരണങ്ങൾ വിക്ഷേപിക്കുന്ന കാര്യത്തിൽ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചരിത്ര നേട്ടം ഇന്ന് നേടിയിട്ടുള്ളത്. ഈ നേട്ടം നമ്മളെല്ലാവരും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെന്ന പോലെ ലോക ജനത മുഴുവനും ഇന്ന് സന്തോഷത്തിലാണ്. അതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഞങ്ങളുടെ സ്കൂളിലും ഇന്ന് ഇതുപോലുള്ള രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികളും അതുപോലെ തന്നെ ആഹ്ലാദ പ്രകടനങ്ങളും ഇന്ന് നടത്തിയത്. സീനിയർ സൂപ്രണ്ട് സുഗതൻ മാസ്റ്ററും വിദ്യാർത്ഥിയായ പി അനഘയും മംഗൾയാൻ ദൗത്യത്തെക്കുറിച്ച് വിവരിച്ചു. തുടർന്ന് ISROയ്ക്കും ശാസ്ത്രജ്ഞന്മാർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പ്ലേക്കാർഡുകളും ബാനറുകളും ഏന്തി സ്കൂളിലെ കുട്ടികൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു. സ്കൂളിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. പാണത്തൂർ കേരജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ നാളികേര കർഷക നേതൃത്വ സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നാബാർഡ് ജില്ലാ അസിസ്റ്റന്റ് ജനറൽ മാനേജർ N ഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രദേശത്തെ ചെറിയതും വലുതുമായ കാര്യങ്ങൾ ഒന്നിച്ചു നിന്ന് തീർക്കുമ്പോൾ, പരിഹരിക്കുമ്പോൾ നിങ്ങൾ സ്വയം പര്യാപ്തരാകും. അതിനെ സഹായിക്കുക ബാങ്കിന്റെ ചുമതലയാണ്, ഗവൺമെന്റിന്റെ ചുമതലയാണ്. നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് അണിനിരക്കേണ്ട ഒരു വേദിയായി ഈ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സ്വയം പര്യാപ്തമാകുമ്പോൾ ആയിക്കൊള്ളിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സുപ്രിയ അജിത് അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ D ദാമോദരൻ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ തേജസ്വിനി കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാ സുകുമാരൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MC മാധവൻ, VV കുമാരൻ, കൃഷി ഓഫീസർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കേരള ജ്യോതി പ്രസിഡന്റ് തോമസ് T തയ്യൽ സ്വാഗതവും P രാജൻ നന്ദിയും പറഞ്ഞു. കിഴക്കുംകര ചേരിച്ചലിൽ ഭീതി പടർത്തിയ പെരുമ്പാമ്പിനെ യുവാക്കൾ പിടികൂടി. 3 മീറ്റർ നീളമുള്ള പെരുമ്പാമ്പാണ് യുവാക്കളുടെ വലയിലായത്. കൃഷിയിടത്തിൽ ഭീതി പടർത്തിയ പെരുമ്പാമ്പിനെ യുവാക്കൾ പിടികൂടി. ജനവാസ കേന്ദ്രമായ ചെരിച്ചിലിൽ എത്തിയ പെരുമ്പാമ്പ് വീടുകളിലേക്ക് നീങ്ങിത്തുടങ്ങിയപ്പോൾ പ്രദേശത്തെ യുവാക്കൾ രംഗത്തിറങ്ങുകയായിരുന്നു. പിടികൂടിയ പെരുമ്പാമ്പിന് 3 മീറ്ററോളം നീളം വരും. വനം വകുപ്പിനെ ഏൽപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജില്ലയ്ക്ക് അഭിമാനമാവുകയാണ് മലയോര മേഖലയിൽ നിന്നുള്ള കായിക പ്രതിഭകൾ. കുമ്പളപ്പള്ളിയിൽ നടന്ന പരപ്പ ബ്ലോക്ക് കായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് താരങ്ങൾ പുറത്തെടുത്തത്. മലയോര മേഖലയിലെ പ്രതിഭകൾ ജീവിതത്തിന്റെ കഷ്ടപ്പാടിനെയും ദുരിതങ്ങളെയും അതിജീവിച്ചാണ് മത്സരരംഗത്ത് മാറ്റുരയ്ക്കാനെത്തുന്നത്. അവരുടെ കഴിവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് അവരെ നയിക്കുകയും വേണമെന്ന് കുമ്പളപ്പള്ളിയിൽ ബ്ലോക്ക് തല അത്ലറ്റിക്സ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് KK നാരായണൻ പറഞ്ഞു. പ്രൊഫസർ P പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി P മധുസൂദനൻ, പ്രസിഡന്റ് M അച്യുതൻ, KP മോഹനസുന്ദരൻ, വിജയൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് ആവേശകരമായ മത്സരങ്ങൾ നടന്നു. മികച്ച പ്രകടനമാണ് യുവതാരങ്ങൾ പുറത്തെടുത്തത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ ബളാലിൽ നിന്നുള്ള അഭിഷേക് ഒന്നാമതെത്തി. 1500 ഓടി എനിക്ക് ഫസ്റ്റ് കിട്ടി. കഴിഞ്ഞതിന്റെ പിന്നത്തെ വർഷം എനിക്ക് ജില്ലയിൽ നിന്ന് 400 സെക്കൻഡ് ഉണ്ടായിരുന്നു. പനത്തടിയിലെ കിരൺ ഫിലിപ്പിനാണ് 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ രണ്ടാം സ്ഥാനം. വനിതകളുടെ 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ ബളാലിൽ നിന്നുള്ള ആശയാണ് ഒന്നാമതെത്തിയത്. വാശിയുണർത്തിയ മത്സരമായിരുന്നുവെന്ന് ആശ സീനറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ജില്ലയിൽ 400-600 മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 1500 മത്സരത്തിൽ 1500 ഓടി ഫസ്റ്റ് കിട്ടി. ജഡ്ജസ് മാലദാസ്പേ ഞാൻ പഠിക്കുന്നത്. ബളാലിൽ നിന്ന് തന്നെയുള്ള മനീഷയാണ് ഈ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത്. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ അനീഷ് KK ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. അജ്നാസിനാണ് രണ്ടാം സ്ഥാനം. കൂടുതൽ മികച്ച സമയം കുറിക്കാൻ നന്നായി പരിശീലിക്കുമെന്ന് അനീഷ് പറഞ്ഞു. 2 ദിവസങ്ങളിലായി കുമ്പളപ്പള്ളിയിൽ നടന്ന പരപ്പ ബ്ലോക്ക് കായിക മത്സരങ്ങളിൽ ബളാൽ പഞ്ചായത്ത് ഓവറോൾ കിരീടം നേടി. പനത്തടി, കരിന്തളം പഞ്ചായത്തുകൾക്കാണ് യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചോയ്യങ്കോട്. കുണിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കമ്പ്യൂട്ടറുകൾ നൽകി ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി. കുണിയ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് കമ്പ്യൂട്ടറുകൾ കൈമാറിയത്. കുണിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ കുണിയയിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രവർത്തകർ കൈകോർത്തു. സ്കൂളിനായി 2 കമ്പ്യൂട്ടറുകൾ ക്ലബ്ബ് പ്രവർത്തകർ കൈമാറി. ജമാഅത്ത് പ്രസിഡന്റ് PK അബ്ദുൾ റഹ്മാൻ ഹാജി, ക്ലബ്ബ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, വാർഡംഗം കരീം കുണിയ, CH ഹംസ, നാസർ കുണിയ, ഹാരിസ് കുണിയ, ഇസുദ്ദീൻ, BA അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM പ്രവർത്തകർ മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പഞ്ചായത്ത് പരിധിയിലുള്ള മഞ്ചേശ്വരം, ഹൊസങ്കടി, കുഞ്ചത്തൂർ എന്നീ സ്ഥലങ്ങളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക,
അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ഗ്രാമസഭയിൽ നിന്നും തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുക, മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രിയിൽ 24 മണിക്കൂറും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക, തറക്കല്ലിട്ടതിനു ശേഷം തിരിഞ്ഞു നോക്കാത്ത മഞ്ചേശ്വരം ഹാർബറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ വിവിധയിനം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിനു ശേഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. CPM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി KR ജയാനന്ദ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ಜನಕ್ಕೆ ಬರ್ತಿರ ಒಂಜಿ ಪದ್ಧತಿನ ಆವಿಷ್ಕಾರ ಮಾಡ್ತಿರ ಮನಸ್ಸಿಜ್ಜ ಪಂಚಾಯತ್ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮಾರ್ಪಾಡಾಯನ ಜನ ಚಿತ್ರಣವಾದುಂಡು ರಾಮೇಶ್ ಶೆಟ್ಟರ್ಲಕ್ಕೆ ಎದುರಾಗಲಿ ಆಡಳಿತ ಮಂತ್ರಿ ಪಂಚಾಯತ್ ಆದುಂಡು ನ್ಯಾಯಲ ನೀತಿಲ ಧರ್ಮಗಿತರಂಜಿನ ಪಂಚಾಯತ್ ಆದಿತ್ರಂಜಿ ಕಾಲಡು ಈತೆ ನ್ಯಾಯಲಜಿ ನೀತಿಲಜಿ ಧರ್ಮಲಿಜಿ ಅಂದ್ರಂಜಿನ ಪಂಚಾಯತ್ ಆದ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮಾರ್ಪಾಡಾಯನ ಜನ ಚಿತ್ರಣವಾದುಂಡು. ചന്തപ്പ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ മാർല, മുഹമ്മദ് കുഞ്ചത്തൂർ, പ്രശാന്ത് കനില എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. കല്യാൺ റോഡ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് തുടക്കം. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കുലകൊത്തൽ ചടങ്ങ് നടന്നു. കല്യാൺ റോഡ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ ഉത്സവം തുടങ്ങി. കുലകൊത്തൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. രണ്ടിന് രാവിലെ 9-ന് വാഹനപൂജ നടക്കും. ഒക്ടോബർ 3-ന് വൈകിട്ട് 7-ന് മഹാപൂജ നടക്കും. രാത്രി 9-ന് കരിങ്കാല സ്വരൂപനായ ഗുളികരാജന്റെ പുറപ്പാടും നടക്കും. മാരക രോഗങ്ങൾ കണ്ടെത്തി തുടക്കത്തിലെ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സന്നദ്ധ സേവകർക്ക് വിദഗ്ധ പരിശീലനം സംഘടിപ്പിച്ചു. മാരക രോഗങ്ങളുടെ വിദഗ്ധ ചികിത്സയാണ് പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന തിരിച്ചറിവിലാണ് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ പുതിയ ആരോഗ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അർബുദ രോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് രോഗനിർണയവും പ്രാരംഭ ചികിത്സയുമാണ് മുഖ്യമായും ശ്രദ്ധിക്കേണ്ടത്. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ വീടുകൾ കയറിയിറങ്ങി രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനാണ് ആദ്യപടിയായി ശ്രമിക്കുന്നത്. ഇതിനായി സന്നദ്ധ സേവകരെ പരിശീലിപ്പിച്ചെടുക്കുന്ന പദ്ധതിക്ക് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ഗണേശും അനുപമയും മാർഗനിർദ്ദേശം നൽകി. പലപ്പോഴും ആദ്യ ഘട്ടവും കഴിഞ്ഞ് രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടത്തിലാണ് രോഗലക്ഷണങ്ങൾ വളരെ സങ്കീർണമാവുകയും അതിനെ നമുക്ക് ചെറുത്തു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആവുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ തന്നെ ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കുകയുള്ളൂ. അപ്പോൾ ആ ഘട്ടം എത്തുമ്പോഴേക്കും പലപ്പോഴും നമ്മുടെ ആദ്യത്തെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മൂന്നോ നാലിലോ എത്തുമ്പോഴേക്കും ഇതിനെ പ്രതിരോധിക്കാനോ ചെറുത്തു നിൽക്കാനോ അല്ലെങ്കിൽ അതിനാവശ്യമായുള്ള ചികിത്സ കൊടുത്ത് അതിനെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടാനോ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് എത്തുന്നത്. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ VV വെള്ളുങ്ങയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവര ശേഖരണം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വനിതകളാണ്. എങ്ങനെയാണ് വിവര ശേഖരണം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുക എന്നാണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. അത് പൂർണ്ണമായും എങ്ങനെ നടത്താമെന്നതിനെ സംബന്ധിച്ചുള്ള ആത്മാർത്ഥതയോടുള്ള ആ പ്രവർത്തനം സംസാരിക്കേണ്ടതാണ് വിഷയം. പലപ്പോഴും നമ്മൾ പോയ സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടാവണമെന്നില്ല. ആളുകളുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും നേരിട്ട് കണ്ട് നമുക്ക് തരുന്ന ചോദ്യാവലി പൂർണ്ണമായും നമുക്ക് ആ ഇതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയണം. യോഗത്തിൽ അഡ്വക്കേറ്റ് KK നാരായണൻ, A മുരളീധരൻ എന്നിവരും സംസാരിച്ചു. മക്കളെ സംരക്ഷിക്കാൻ അംഗപരിമിതനായ പിതാവ് അനുഭവിക്കുന്നത് നരകയാതന. UP സ്വദേശിയായ അബ്ദുൾ റഹ്മാനാണ് ഭിക്ഷാപാത്രവുമായി തെരുവിലിറങ്ങിയത്. ഈ പിതാവിന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ്. ഏതൊരച്ഛന്റെയും വേദനയും യാതനയും മാത്രമേ അബ്ദുൾ റഹ്മാനും നേരിടുന്നുള്ളൂ എന്ന് കരുതിയാൽ തെറ്റി. അമ്മയില്ലാത്ത കുട്ടികളെ വളർത്തണം. എവിടെയെങ്കിലും തലചായ്ക്കുമ്പോൾ കണ്ണു ചിമ്മാതെ കാവലിരിക്കണം. ഇതിനൊക്കെ ദൈവം പ്രാപ്തി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്റെ മുച്ചക്രവണ്ടിയിൽ കണ്ണുകൾ താഴ്ത്തി
മൗനം മാത്രമാണ് മറുപടി. മകൾ ആയിഷയ്ക്ക് കല്യാണപ്രായമാകുന്നു. ഇളയ രണ്ടുപേർ റിസ്വാനും ജസ്വാനും ചെറിയ കുട്ടികളാണ്. മൂവരും ചേർന്നാണ് അബ്ദുറഹ്മാന്റെ വണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു കാൽ നഷ്ടമായ അബ്ദുറഹ്മാൻ ഈ മുച്ചക്രവണ്ടിയിൽ നിരന്തരം യാത്ര ചെയ്ത് ആളുകൾ മനസ്സലിഞ്ഞു കൊടുക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് തന്റെയും മക്കളുടെയും ജീവിതം പിടിച്ചു നിർത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്രത്തിലെ കെട്ടിട നിർമ്മാണം വിവാദത്തിലേക്ക്. ദേവസ്വം ബോർഡ് ഓഫീസ് നിർമ്മാണം അംഗീകരിക്കില്ലെന്ന് ക്ഷേത്ര സേവാ സമിതി. പനത്തടി CHCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ ധർണാ സമരം നടത്തി. പശുക്കൾ റെയിൽവേ കൃഷിന് നൽകിയത് രോഗങ്ങളില്ലാത്ത ജീവിതം. 86ലും പശു വളർത്തലിൽ സജീവമായി കോവലിലെ റെയിൽവേ കൃഷ്ണൻ. മാക്കരംകോട്ടെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയിൽ ക്ഷേത്രപ്പറമ്പിൽ വിളഞ്ഞത് 100 മേനി. KSU സംസ്ഥാന പ്രസിഡന്റ് VS ഷോയി നയിക്കുന്ന സംസ്ഥാന ജാഥ 6-ന് തുടങ്ങും. സംഘാടക സമിതി രൂപീകരണം നടന്നു. കുണിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കമ്പ്യൂട്ടർ കൈമാറി. ഫ്രണ്ട്സ് ക്ലബ് പ്രവർത്തകരുടെ മാതൃക. കല്യാൺ റോഡ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.